പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി JS സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ പിൻവലിച്ചതിൽ വിശദീകരണവുമായി സർവകലാശാല. കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടില്ലാത്ത വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ ആണ് പിൻവലിച്ചത്. ഒരാഴ്ച സസ്പെൻഷൻ ലഭിച്ച 31 ഒന്നാം വർഷ വിദ്യാർത്ഥികൾ നൽകിയ അപ്പീലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്നും സർവകലാശാല വ്യക്തമാക്കി. സുജിത് അയ്യപ്പത്ത് നൽകും വയനാട്ടിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ. സുജിത്ത്, വിശദാംശങ്ങൾ. പ്രജിൻ, ചില മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം യൂണിവേഴ്സിറ്റി നൽകിയിരിക്കുന്നത്. അതായത് 32 കുട്ടികളുടെ 31 ഒന്നാം വർഷ വിദ്യാർത്ഥികളും 2 രണ്ടാം വർഷ വിദ്യാർത്ഥികളും അവരുടെ സസ്പെൻഷൻ നടപടി പിൻവലിച്ചു എന്നുള്ളതായിരുന്നു മാധ്യമ വാർത്ത. പക്ഷേ യഥാർത്ഥത്തിൽ അത് അവർക്ക് എതിരെ എടുത്ത നടപടി ഒരാഴ്ച മാത്രമായിരുന്നു. ഒരാഴ്ച സസ്പെൻഷൻ നടപടി അതിന്റെ കാലയളവ് കഴിഞ്ഞപ്പോൾ റദ്ദായി എന്നുള്ളതാണ് യൂണിവേഴ്സിറ്റി വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ പലതരത്തിലുള്ള നടപടികൾ എടുത്തിട്ടുണ്ട്. അതായത് ഈ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട ആളുകൾക്ക് പൂർണ്ണമായ സസ്പെൻഷൻ, കൃത്യമായ രീതിയിൽ തന്നെയുള്ള സസ്പെൻഷൻ നടപടിയാണ്. മാത്രമല്ല ചിലർക്കെല്ലാം തന്നെ ഇന്ത്യൻ ഒഴിവാക്കുക, അങ്ങനെ വിവിധ തരത്തിലുള്ള നടപടിയാണ് എടുത്തിരിക്കുന്നത്. ഈ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾ, അതായത് ഈ സംഭവം നടക്കുമ്പോൾ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾ, അത് കണ്ടുനിന്ന വിദ്യാർത്ഥികൾ, അതോടൊപ്പം തന്നെ ഈ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾ, അത്തരത്തിലാണ് ഉള്ളവർക്കെതിരെയാണ് ഈ ഒരാഴ്ചത്തെ നടപടി. അവർ നേരിട്ട് കുറ്റകൃത്യത്തിൽ പങ്കെടുത്ത ആളുകളല്ല. പക്ഷെ ഇങ്ങനൊരു സംഭവം മറച്ചുവെച്ചു എന്ന് ചൂണ്ടിക്കാട്ടുകൊണ്ടാണ് ഇവർക്കെതിരെ ഒരാഴ്ചത്തെ സസ്പെൻഷൻ നടപടി എടുത്തത്. അത് സ്വാഭാവികമായും ഒരാഴ്ച കാലയളവ് കഴിഞ്ഞപ്പോൾ അത് റദ്ദായി പോയതാണ് എന്നുള്ളതാണ് യൂണിവേഴ്സിറ്റി നൽകുന്ന വിശദീകരണം. ഒരാഴ്ച സസ്പെൻഷൻ ലഭിച്ച 31 ഒന്നാം വർഷ വിദ്യാർത്ഥികൾ അവർ അപ്പീൽ നൽകിയിരുന്നു. അതോടൊപ്പം തന്നെ ഈ കൃത്യത്തിൽ ഉൾപ്പെടാത്ത 2 സീനിയർ വിദ്യാർത്ഥികളും ഈ മർദ്ദന സംഭവങ്ങളുമായി ബന്ധമില്ല എന്നുള്ള തരത്തിലുള്ള അപ്പീൽ നൽകിയിരുന്നു. ഇതിന്റെ എല്ലാം തന്നെ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇപ്പോൾ ഇവരുടെ സസ്പെൻഷൻ നടപടി റദ്ദാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. അതായത് ഒരാഴ്ച നടപടി അതിന്റെ കാലയളവ് കഴിഞ്ഞിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് അത് റദ്ദായിരിക്കുന്നത്. മാത്രമല്ല ഈ പ്രധാന പ്രതികൾ എന്ന് കണ്ടെത്തിയവർക്ക് ആർക്കും ആന്റി റാങ്കിംഗ് സ്ക്വാഡ് വിധിച്ച ശിക്ഷാ നടപടിയിൽ നിന്ന് ഒരു തരത്തിലുള്ള ഇളവും നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ യൂണിവേഴ്സിറ്റി അധികൃതർ വ്യക്തമാക്കുന്നത്. സുജിത് അയ്യപ്പത്താണ് വിശദാംശങ്ങൾ നൽകിയത്.